മഴ തോരും മുമ്പയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രണ്ട് ഡോക്ടറുണ്ട്. അപ്പോൾ ബാലേന്ദ്ര എങ്ങനെയുണ്ട്, ഓക്കെ ആയെന്ന് ചോദിച്ചപ്പോൾ ഓക്കെ ആയി എന്ന് പറയും. നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഡോക്ടർ പേടിക്കൊന്നും വേണ്ടാന്ന് പറയും. ഓക്കെ ആയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്ന് പറയും. അതെ, നിങ്ങളുടെ വൈഫ് പുറത്തുണ്ട്, കാണണമെന്ന് പറയണ്ടല്ലോ എന്ന് പറയും. വേണ്ട, എനിക്കിപ്പോൾ ആരെയും കാണുമ്പോൾ ഞാൻ പറയാമെന്ന് പറയും. അതെ, എന്നാൽ ശരി, ആരെയും പറഞ്ഞയക്കണ്ടെന്ന് പറയും. അങ്ങനെ രണ്ട് ഡോക്ടർമാരും കൂടെ പുറത്തേക്ക് പോകും. നേഴ്സിനോട് മറ്റുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞേൽപ്പിക്കും. ഇതേ സമയം തന്നെ മനു വരുന്നുണ്ട്. മനു വന്നിട്ട് വൈജയന്തിയുടെ അടുത്ത് നിൽക്കും. അപ്പോൾ വൈജയന്തി ചോദിക്കുന്നുണ്ട്, നീ അവളെ കൊണ്ടാക്കിയിട്ട് വരുന്നതാണോടാന്ന് ചോദിക്കും. അതെ എന്ന് പറയും. അതെ, ഞാനൊരു കാര്യം പറഞ്ഞാൽ നിനക്ക് ഇഷ്ടപ്പെടില്ല എന്ന് പറയും. അതിപ്പോൾ ആൻറ്റി മറ്റുള്ളവരുടെ ഇഷ്ടം നോക്കിയിട്ട് ഇഷ്ടവും ഇഷ്ടക്കേടും നോക്കിയിട്ടല്ലല്ലോ ആൻറ്റി ഓരോന്ന് പറയുന്നത്. അതുകൊണ്ട് ആൻറ്റിക്ക് പറയാമല്ലോ എന്ന് പറയും. നീ ഒരു ജോത്സ്യനെ കാണണം എന്ന് പറയും. എന്തിനേന്ന് ചോദിക്കും. ബാലേന്ദ്രനെ കണ്ടത് ശനി എങ്ങാനും ഉണ്ടോയെന്ന് നോക്കണം. അല്ലെങ്കിൽ തന്നെ പറഞ്ഞാൽ നിനക്ക് ഇഷ്ടപ്പെടില്ല. അവൾ വന്നതിന് ശേഷമാണ് വീട്ടിൽ പല പ്രശ്നങ്ങളും ഉണ്ടായേക്കണ്. നിനക്കറിയോ, അവൾ അച്ഛൻ കഴക്കൂട്ടത്ത് പോയി അവളെ കാണാൻ പോയി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അച്ഛൻ മരിച്ചു. 1-2 വർഷം കൂടി ജീവിച്ചിരിക്കേണ്ടതായിരുന്നു അച്ഛൻ. അത്രയും വർഷം ജീവിച്ചിരിക്കുന്ന ആൻറ്റിക്ക് എങ്ങനെ അറിയാം ജാതകത്തിലുണ്ടോ എന്ന് ചോദിക്കും. അതെനിക്കറിയില്ല എന്ന് പറയും. പിന്നെ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. രോഹിത്തിൻ്റെയും ഹരിയുടെയും സ്വഭാവത്തിന് വന്ന മാറ്റം അത് അവരുടെ കയ്യിലിരിപ്പ് കൊണ്ടല്ലേ, അലീനയുടെ കുഴപ്പമാണല്ലേ എന്ന് ചോദിക്കും. അതെ, അവൾ അവിടെ വന്നതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. പിന്നെയോന്ന് പറയും. പിന്നെയുണ്ട് പലതും. ഇപ്പോൾ ബാലേന്ദ്രനെ അറ്റാക്ക് വന്നതിനും പിന്നിലും അവൾ തന്നെയാണ്. അവൾ വന്നതോടുകൂടിയാണ് പല പ്രശ്നങ്ങളും ഞങ്ങളെ വീട്ടിലുണ്ടായിട്ടുള്ളത്. ബാലേന്ദ്രൻ്റെ മനസ്സിൽ അവൾ അനാഥ, അവൾ പാവം, അവൾ അങ്ങനെയാണ് ഇങ്ങനെയാണ്, അവളോട് ഒരു സോഫ്റ്റ് കോർണർ ഉണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. എന്തായാലും നീ ഒരു ജോത്സ്യനെ പോയി കാണണം എന്നൊക്കെ പറയും. കാണാമെന്ന് പറയും. എന്തായാലും അലീന കാരണം വെള്ളപ്പൊക്കം ഉണ്ടായിന്ന് ആൻറ്റി പറഞ്ഞില്ലല്ലോ, അതുതന്നെ ഭാഗ്യം എന്ന് പറയും. ആ സമയത്ത് പെട്ടെന്ന് തന്നെ ഡോക്ടർമാർ വരും. ഡോക്ടർമാർ രണ്ടുപേരും വന്നിട്ട് ബാലേന്ദ്രനെ കുഴപ്പമൊന്നുമില്ല എന്ന് പറയും. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ശർമ്മ ഡോക്ടർ ചോദിക്കും, അലീന എന്തേ നിങ്ങളുടെ സെർവൻ്റ് എന്നറിയും. അവൾ വീട്ടിൽ പോയി എന്ന് ദേഷ്യത്തോടെ വൈജയന്തി പറയും. അയ്യോ, ആ കുട്ടി നിങ്ങളുടെ ഭാഗ്യം കേട്ടാ. നിങ്ങളുടെ ഭർത്താവ് ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത് തന്നെ ആ കുട്ടി കാരണമാണ്. അത്രയധികം ആ കുട്ടി പേടിച്ചിട്ടും ടെൻഷൻ അടിച്ചിട്ടും ഓരോന്ന് ചെയ്തിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ വൈജയന്തി ഇങ്ങനെ പുച്ഛത്തോടെ അങ്ങനെ ചിരിക്കും. എന്നിട്ട് അലീനയ്ക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് നിങ്ങൾ കൊടുക്കണം കേട്ടാ, നിങ്ങളുടെ ഭർത്താവിൻ്റെ ജീവൻ രക്ഷിച്ചേനെന്ന് പറയും. അതിനും വൈജയന്തി ഒരു മറുപടിയും പറയില്ല. വൈജയന്തി ദേഷ്യത്തോടെ തന്നെ നിൽക്കും. അപ്പോൾ മനു ഇങ്ങനെ കൈയടിച്ചിങ്ങനെ നിൽക്കണ്. പറയും, എന്തായാലും ആൻറ്റി സമ്മതിക്കില്ല എന്നറിയാം, എന്തായാലും ആൻറ്റിയുടെ സമയം മോശം ഉണ്ടാ എന്ന് പറയും. പിന്നെ കാണിക്കുന്നത് രേവതിക്കുട്ടി അടുക്കളയിലൊക്കെ എന്തോ പണിയൊക്കെ എടുക്കണം. അപ്പോൾ സമയത്ത് അലീനെ വിളിച്ചിട്ട് പറയും, മോളെ എനിക്ക് ഇന്നും വരാൻ പറ്റില്ല എന്ന് പറയും. അയ്യോ, അതെന്നാ പറ്റിയെന്ന് പറയും. അവിടുത്തെ സാറ് വന്നു എന്ന് പറയും. വന്നോ എന്ന് പറയും. വന്നു, ഇപ്പോൾ വന്നേ, ഇപ്പോൾ അദ്ദേഹം ഹോസ്പിറ്റലിൽ നിന്ന് അറ്റാക്ക് വന്നിട്ട് എന്താണെന്നറിയില്ല. ഇന്നലെ എന്നോടും മുത്തശ്ശിയോടൊക്കെ ദേഷ്യപ്പെട്ടു. അങ്ങനെ ഇവിടെ ഉണ്ടായ കാര്യങ്ങളൊക്കെ പറയുന്നു. അവരെന്തെങ്കിലും ആയിക്കോട്ടെ ചേച്ചി, ഹോസ്പിറ്റലാവേ അവരതൊക്കെ ആ മേഡം നോക്കിക്കോളും. വായിലെന്നാക്കുള്ള മേഡം. ചേച്ചി ഫോൺ എടുത്ത് കഴിഞ്ഞിട്ട് മേഡത്തിൻ്റെ നമ്പർ അറിയാലോ, വിളിച്ചും കഴിഞ്ഞിട്ട് അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞിട്ട് പോരാൻ നോക്കുമെന്ന് പറയും. അവർക്ക് ഞാൻ അന്യാണെങ്കിലും എനിക്ക് അങ്ങനെ അല്ലല്ലോ മോളെ, ഈ വീട് ഇട്ടിട്ട് പോരാൻ പറ്റുമോ? മുത്തശ്ശിയും കുട്ടികളും ഇല്ലേന്ന് പറയും. കുട്ടികൾ മയക്കുമരുന്ന് കലക്കി കുടിച്ച് പെൺകുട്ടികളെ പീഡിപ്പിക്കാൻ നോക്കുന്നതും ഫുൾ ടൈം മൊബൈലിൽ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതും അവളുമാർക്കൊക്കെ കുട്ടികളെന്ന് പറയുന്നത്. ചേച്ചിക്ക് നാണമില്ലേന്ന് ചോദിച്ചു അലീനനോട് ദേഷ്യപ്പെടുന്നു നമ്മുടെ രേവതിക്കുട്ടി. അപ്പോൾ ആ സമയത്ത് കോണിമ്പല്ലടി കുട്ടികൾ വന്നുകൊണ്ട് മോളെ, ഞാൻ നിന്നെ നാളെ വിളിക്കാമെന്ന് പറയും. ശരി എന്നാന്ന് പറഞ്ഞ് നമ്മുടെ രേവതിക്കുട്ടി ദേഷ്യപ്പെടുന്നുണ്ട്. അങ്ങനെ ബബിയും കൃഷ്ണമോളൊക്കെ വരും. അപ്പോൾ അവരോടുണ്ടായ കാര്യങ്ങളൊക്കെ പറയും. അച്ഛനിങ്ങനെ ഒരു അബദ്ധം കാണിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയും. അങ്ങനെ ബബി ഫോൺ എടുത്ത് കഴിഞ്ഞിട്ട് അമ്മനെ വിളിക്കും. അമ്മേ, അച്ഛൻ ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞല്ലോ എന്ന് പറയും. അതാര് വന്നപ്പോഴത്തേനും എന്ന് ചോദിക്കും. അലീന പറഞ്ഞ്, അവളാണ് അച്ഛനെ രക്ഷിച്ചതെന്നും കൂടി പറഞ്ഞിട്ടുണ്ടാവുമല്ലേ എന്നറിയും. അങ്ങനെയൊന്നും ഞങ്ങളോട് പറഞ്ഞില്ല എന്ന് പറയും. അമ്മ ഉണ്ടായ കാര്യങ്ങളൊക്കെ പറയാമെന്ന് പറയും. ഇപ്പം ഞാൻ ICUവിൻ്റെ ഫ്രണ്ടിലുണ്ട്, എനിക്കൊന്നും കാണാൻ പറ്റിയിട്ടില്ല എന്ന് പറയും. എന്നാൽ ഞങ്ങൾ വരട്ടെ എന്ന് ചോദിക്കും. നിങ്ങൾ വരുമൊന്നും വേണ്ട, അല്ലെങ്കിൽ തന്നെ എനിക്ക് തന്നെ കാണാൻ പറ്റിയിട്ടില്ല, പിന്നെ നിങ്ങൾക്ക് എന്ന് പറയും. നിങ്ങൾക്ക് കഴിക്കാനും കുടിക്കാനൊക്കെ ഉള്ള വല്ലതും തന്നോ എന്നറിയും. ഇവിടെ ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല, അച്ഛന് എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ അമ്മ ഞങ്ങളെ വിളിച്ചു പറയാൻ പറഞ്ഞ് ബബിയോ അതെ അമ്മയോട് ദേഷ്യപ്പെടും. കൃഷ്ണമോൾ പറയും, ഞങ്ങൾ അച്ഛൻ്റെ അലീന ചേച്ചിയുടെ കുറ്റം കേൾക്കാനല്ല ഞങ്ങൾ വിളിച്ചത്, ഞങ്ങൾ അച്ഛൻ്റെ വിവരം അറിയാൻ വിളിച്ചാണ്, അമ്മയ്ക്ക് അത് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ പറയുമെന്ന് പറഞ്ഞ് കൃഷ്ണമോളും ദേഷ്യപ്പെടും.
അതിനുശേഷം കൃഷ്ണമോൾ ബബിയോട് അറിയാം അതേ മനുവേട്ടനെ വിളിക്കും, മനുവേട്ടനെ വിളിച്ചാൽ കറക്റ്റ് കാര്യങ്ങൾ അറിയാമെന്ന് പറയും. അങ്ങനെ ബബി മനുവിനെ വിളിക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം വീണ്ടും ഹോസ്പിറ്റലിൽ കാണിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഹോസ്പിറ്റലല്ല, നമ്മുടെ രേവതി കുട്ടീനെയാണ് കാണിക്കുന്നത്. രേവതി കുട്ടി പറയും ആൻറ്റി ഇന്നും വരില്ല എന്ന് പറയും. ചേച്ചി എന്താടി ഇന്നലെ വരാൻ നിന്നതല്ലേ എന്ന് പറയും. ആ സാറിന് അറ്റാക്കോ അങ്ങോട്ടൊക്കെ ആയിട്ട് ഹോസ്പിറ്റലാക്കിയെന്നേ. അറ്റാക്കോ? നല്ല ആരോഗ്യമുള്ള മനുഷ്യനായിരുന്നല്ലോ, എന്താ പറ്റിയെന്ന് പറയും. എന്ത് പറ്റാൻ, അറ്റാക്ക് വന്നു ഹോസ്പിറ്റലായി. ചേച്ചിയോട് ഞാൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞ അവരെ കാര്യമൊന്നും നോക്കണ്ടാന്ന്. പക്ഷെ അവരുടെ കാര്യങ്ങളൊന്നും അവരിട്ടിട്ട് പോരാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ അവർക്ക് അവളെ സഹായം ആവശ്യമായല്ലേ. പിന്നെ അവൾ പറഞ്ഞത് ശരിയാടി മോളെ, ഒരു കുടുംബമല്ലേ, ഇട്ടിട്ട് പോരാൻ പറ്റില്ല. അവർക്ക് അവൾ വേണ്ടപ്പെട്ടവരാണല്ല, അതുകൊണ്ടാണ് അവൾ അങ്ങനെ നിൽക്കുന്നത്. നമുക്കൊന്ന് പോയാലോ ആ സാറിനെ കാണാമെന്ന് പറയും. പാലായിലേക്കോ എന്ന് പറയും. ഒരു ട്രിപ്പ് പോലെ പോകാലോന്ന് പറയും. എന്തായാലും ഇപ്പം പോകണ്ട, 2 ദിവസം കഴിയട്ടെ, അങ്ങനെ എനിക്ക് പറ്റുമെങ്കിൽ നമുക്ക് അലീനെ വിളിച്ച് വരാമല്ലോ എന്ന് പറയും. ദേശ് ആൻറ്റി അത് മതിയെന്ന് പറഞ്ഞ് നമ്മുടെ രേവതിക്കുട്ടി വലിയ സന്തോഷത്തോടെ ഇരിക്കും. എന്നാൽ ആ മനുഷ്യന് നല്ല ആരോഗ്യമൊക്കെ ഉണ്ടായുള്ള, എന്ത് പറ്റിയെന്ന് പറയും, എന്നെ പോലെ എന്ന് പറയും. അത് കേൾക്കുമ്പോൾ നമ്മുടെ രേവതിക്കുട്ടി ചിരിക്കും. എന്തേടി നീ ഇങ്ങനെ വല്ലാണ്ട് വിളിക്കുന്നതെന്ന് പറയും. ഇവിടെ എന്ത് ആരോഗ്യം, എന്ത് രോഗമാണ് ഇല്ലാത്തത് എന്ന് പറയും. ഗ്രേസമ്മേ ഇവള് കുറേ നാളായിട്ടുണ്ട് കേട്ടോ നമ്മളെ രോഗിയാക്കാൻ നോക്കണേന്ന് പറയും. അങ്ങനെ അവരതൊക്കെ പറഞ്ഞ് ചിരിച്ചൊക്കെ ഇരിക്കുന്നുണ്ട്. പിന്നീട് ഹോസ്പിറ്റലിൽ കാണിക്കുന്നത് വൈജയന്തി മനു ഇങ്ങനെ ടെൻഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. വൈജയന്തിക്കാണെങ്കിൽ ബാലേന്ദ്രനെ കാണാനും പറ്റിയിട്ടില്ല. ആ സമയത്ത് ഒരു നേഴ്സ് വന്ന് പറയും പേഷ്യൻറ്റിനെ ഒരാൾക്ക് കാണാമെന്ന് പറയും. ഞാൻ കാണാം എന്ന് പറഞ്ഞ് വൈജയന്തി പെട്ടെന്ന് ഓടി ചെല്ലണം. സോറി മാഡം, സ്ത്രീകൾ ആരെയും കയറ്റി വിടണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. അതെന്താ അങ്ങനെ? അറിയില്ല, എന്തായാലും അറ്റാക്ക് വന്ന പേഷ്യൻ്റ് അല്ലേ, ഞങ്ങൾക്ക് നിർബന്ധിക്കാൻ പറ്റില്ല. പുരുഷന്മാരാരെങ്കിലും ഉണ്ടെങ്കിൽ ചെന്നോളാൻ പറഞ്ഞെന്ന് പറഞ്ഞു. ഞാൻ പോകാമെന്ന് പറഞ്ഞു. മനു വൈജയന്തിൻ്റെ മുഖത്തേക്കൊന്നും നോക്കാൻ നിന്നില്ല, അങ്ങോട്ട് പോകും. അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ ബാലേന്ദ്രൻ ചിരിച്ചിട്ട് ചോദിക്കുക നീ ഉണ്ടായോടെ അവിടെ എന്നറിയും. എന്ത് കിടപ്പണി കിടക്കണേന്നറിയും. രാജകീയം സുഖല്ലേ എന്നറിയും. എന്താ പറ്റിയേന്ന് ചോദിക്കും. എന്തെങ്കിലും പറയാനുണ്ടാവുമെന്ന് ചോദിക്കും. എന്ത് പറയാൻ, നീ ഇപ്പോൾ ചോദിച്ചാലും ഞാനൊന്നും പറയില്ല എന്ന് പറയും. അതെനിക്കറിയാം, എന്തായാലും ഒന്നും ഇല്ലാണ്ട് ഇങ്ങനെ ഒന്നും ആവില്ലല്ലോ എന്ന് പറയുന്നതാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം. പിന്നെ കാണിക്കുന്നത് അലീനയുടെ വാതിലും തുറന്ന് ചെല്ലണ അലീന. അപ്പോൾ നമ്മുടെ വൈജയന്തി വല്ലാത്ത ദേഷ്യത്തോടെ അലീനനെ ചാടിക്കടിച്ച് നിൽക്കണ്. എന്നിട്ട് വീണ്ടും അലീനനെ അങ്ങനെ കുറ്റപ്പെടുത്തണ്. അപ്പോൾ പറയുന്നുണ്ട് നീ രോഹിത്തിൻ്റെ കാര്യം ബാലേന്ദ്രനോട് പറഞ്ഞത് കൊണ്ടാണ് ബാലേന്ദ്രൻ ഇങ്ങനെ പറ്റിയെന്ന് പറഞ്ഞ് അലീന കുറ്റപ്പെടുത്തണ്. അപ്പോൾ അലീന പറയുന്നുണ്ട് മക്കളെ നല്ലോണം മര്യാദയ്ക്ക് വളർത്തണം, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമെന്ന് പറയും. ഞാൻ മക്കളെ വളർത്തുന്നതിന് നീ കുറ്റം കണ്ടുപിടിക്കേണ്ട, നിൻ്റെ തള്ള നിന്നെ വളർത്താത്തതിൻ്റെ ദോഷമാണ് നിനക്കെന്ന് പറയും. അത് കേൾക്കുമ്പോൾ നമ്മുടെ അലീന വല്ലാത്തൊരു വിഷമത്തോടെ നിൽക്കുന്നുണ്ട്. അതിനുശേഷം മുത്തശ്ശി കുട്ടികളോട് എല്ലാവരോടും പറയുന്നുണ്ട് ഈ വീടാകെ താറുമാറായി, ഈ വീടിൻ്റെ താളം തെറ്റി കിടക്കണ്, ഇത് ഇനി നേരെ ആവണമെങ്കിൽ അവൾ എന്നെ വിചാരിക്കണം വൈജ, അവളൊട്ട് വിചാരിക്കുകയില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് മുത്തശ്ശി ഇങ്ങനെ വല്ലാത്ത വിഷമത്തോടെ നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോയും അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.